ഇപ്പോഴുള്ള പിള്ളേർക്ക് ക്ഷമയും വിട്ടുവീഴ്ചയുമില്ല. ഒന്നു പറഞ്ഞാൽ പിന്നെ തല്ലിപ്പിരിയുകയാണ്. ഇക്കാലത്തെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് പലരും പ്രകടിപ്പിക്കുന്ന ആശങ്കയാണിത്. വിവാഹമോചനങ്ങൾ വർദ്ധിക്കുന്ന കാഴ്ച, ദാമ്പത്യ കലഹവും അക്രമവും കൊലപാതകവും നിത്യസംഭവം. കുടുംബമെന്ന മനോഹര സങ്കല്പം തന്നെ താളം തെറ്റുകയാണോ? എന്താണിപ്പോൾ ദാമ്പത്യ ബന്ധങ്ങളിൽ സംഭവിക്കുന്നത്? തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ യുവാവിൻ്റെ ക്രൂരത ഞെട്ടലോടെയാണ് കേട്ടത്. പ്രണയിച്ച് വിവാഹം കഴിച്ച വിഷ്ണുവിൻ്റെയും ആൽമയുടെയും ജീവിതം ദുരിതത്തിൽ കലാശിക്കാനുള്ള കാരണം എന്താണ്? ഇതോടൊപ്പം കണ്ണൂർ പേരാവൂരിൽ അമ്മയെ കൊലപ്പെടുത്തിയ യുവാവ് അച്ഛനെയും വകവരുത്താൻ പദ്ധതിയിട്ടിരുന്നതായി സൂചനയുണ്ട്. ക്രിസ്റ്റി എന്ന ചെറുപ്പക്കാരനെ ലഹരിയിലേക്കും അക്രമത്തിലേക്കും തള്ളിവിട്ടത് ആരാണ്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. എല്ലാ വീടുകളിലും ദമ്പതികൾ തമ്മിൽ വഴക്കവും പ്രശ്നങ്ങളും ഒക്കെ സർവ്വസാധാരണമല്ലേ? ഇത്തരം ചെറിയ സൗന്ദര്യപ്പിണക്കമുള്ള കുടുംബങ്ങളിൽ പരസ്പരം സ്നേഹവും സന്തോഷവും ഉണ്ടാകണം. എന്നാൽ ഇക്കാലത്ത് പല വീടുകളെയും സ്ഥിതി മറിച്ചാണ്. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആശയവിനിമയമോ നിയമപരമായ വഴികളോ തേടുന്നതിന് പകരം അക്രമവും കൊലപാതകവും അരങ്ങേറുന്ന കാഴ്ച. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ യുവതിയെ ഭർത്താവ് കുത്തിക്കൊലപ്പെടുത്തിയത് കുടുംബകലഹത്തിനിടെയാണ്. നെയ്യാറ്റിൻകര സ്വദേശിനി ആൽമയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവും ട്യൂഷൻ സെൻ്റർ അധ്യാപകനുമായ വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 9 വർഷം മുൻപ് പ്രണയിച്ച് വിവാഹം കഴിച്ച ഇവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് നിഗമനം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയ്ക്ക് സമീപം ബ്ലാത്താങ്കരയിലാണ് കുടുംബകലഹത്തെ തുടർന്ന് ഭാര്യയെ ഭർത്താവ് ക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തിയത്. രാവിലെ 9 മണിയോടെ വീട്ടിൽ വെച്ചുണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിന് കാരണം. ആ സമയം വിഷ്ണുവും അൽമയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. വിഷ്ണുവിന്റെ കൈവശമുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ച് ഭാര്യ അൽമയെ ആക്രമിക്കുകയായിരുന്നു. കഴുത്തിന് പിന്നിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. രക്തത്തിൽ കുളിച്ചു കിടന്ന അൽമ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. കൊലപാതകത്തിന് ശേഷം വിഷ്ണു നേരെ പോയത് അഭിഭാഷകനായ തന്റെ സഹോദരന്റെ അടുത്തേക്കാണ്. ഞാൻ അൽമയെ കൊന്നുവെന്ന് വിഷ്ണു സഹോദരനോട് വെളിപ്പെടുത്തിയതോടെയാണ് നാടിനെ നടുക്കിയ വിവരം പുറംലോകം അറിയുന്നത്. ഉടൻ തന്നെ സഹോദരൻ പോലീസിനെ വിവരമറിയിക്കുകയും പാറശാല പോലീസ് സ്ഥലത്തെത്തി വിഷ്ണുവിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പോലീസ് വീട്ടിലെത്തുമ്പോൾ വീടിനുള്ളിലെ ബെഡ്റൂമിൽ രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു അൽമയുടെ മൃതദേഹം. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പോലീസ് കസ്റ്റഡിയിലെടുത്ത വിഷ്ണു കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രതിയുടെ മൊഴി. കുടുംബ വഴക്കാണ് അതിനകത്തുള്ള കാരണമായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ടുപേരും ഒറ്റയ്ക്ക് ഈ വീട്ടിലാണ് താമസം. ഈ കൃത്യം നടന്ന വീട്ടിൽ തന്നെയാണ്. അവർക്കങ്ങനെ അധികം പുറത്ത് അയൽക്കാരോട്ടൊന്നും അധികം ഒരു ബന്ധമുള്ള ആൾക്കാരല്ല. നമ്മളൊക്കെ ആവശ്യങ്ങൾക്ക് വരുമ്പം മിണ്ടും പോകുന്നല്ലാതെ വരുന്നില്ല. അപ്പോൾ എന്തെങ്കിലും നിലവിൽ ഇതിന് മുമ്പൊന്നും അത്തരത്തിലുള്ള ഒരു കുടുംബ വഴക്കിനെ കുറിച്ചൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലുള്ള ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. വിഷ്ണുവും അൽമയും 9 വർഷം മുൻപ് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. ഇരുവരും വളരെ സ്നേഹത്തോടെ ജീവിച്ചിരുന്ന ദമ്പതികളെന്നാണ് നാട്ടുകാർ പറയുന്നത്. അധ്യാപകനായ വിഷ്ണു നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു. ഇവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളാകാം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ സംശയം. എന്നാൽ കൃത്യമായ പ്രകോപനം എന്താണെന്ന് കണ്ടെത്താൻ ശാസ്ത്രീയമായ തെളിവെടുപ്പുകൾ ആവശ്യമാണ്. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം പോലീസ് കണ്ടെടുത്തു. കേസിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായി പോലീസ് അയൽവാസികളുടെയും ബന്ധുക്കളുടെയും മൊഴികൾ രേഖപ്പെടുത്തി വരികയാണ്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. മകൻ വീട്ടിൽ വരുമ്പോഴൊക്കെ പണം ആവശ്യപ്പെട്ട് ബഹളമുണ്ടാക്കും. പലതവണ അവനെ അച്ഛനും അമ്മയും ഉപദേശിച്ചു. കരഞ്ഞ് കാല് പിടിച്ച് അവനെ നേരെയാക്കാൻ നോക്കി. എന്നാൽ മാതാപിതാക്കളുടെ കണ്ണീരും വേദനയും അവൻ്റെ സ്വഭാവം മാറ്റിയില്ല. പകരം ക്രിസ്റ്റിക്ക് അവരോട് മനസ്സിൽ പകയായിരുന്നു. അങ്ങനെ അച്ഛൻ തങ്കച്ചനെയും അമ്മ ഗീതമ്മയെയും കൊല്ലാൻ അയാൾ പദ്ധതിയിട്ടു. കണ്ണൂർ കൊളക്കാട് അമ്മയെ കഴുത്തെടുത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്.
ഗീതമ്മയെ കൊലപ്പെടുത്തിയ ശേഷം ക്രിസ്റ്റി ആദ്യം വിളിച്ചത് കോഴിക്കോടുള്ള സഹോദരിയാണ്. സഹോദരി പറഞ്ഞതനുസരിച്ച് വീട്ടിലെത്തിയ ബന്ധുക്കളാണ് ഗീതമ്മ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കണ്ടത്. ക്രിസ്റ്റി ലഹരി മരുന്നിന് അടിമയായിരുന്നുവെന്നും സംഭവം നടക്കുമ്പോൾ പ്രതി മദ്യലഹരിയിലായിരുന്നുവെന്നും പോലീസ് പറയുന്നു. വെള്ളിയാഴ്ച രാത്രി വാക്കുതർക്കത്തിനൊടുവിൽ കിടപ്പുമുറിയിൽ വെച്ചാണ് ക്രിസ്റ്റി അമ്മ ഗീതമ്മയെ ആക്രമിച്ചത്. കത്തികൊണ്ട് കഴുത്തിലേറ്റ മാരക മുറിവാണ് മരണകാരണമെന്ന് പോലീസ് പറയുന്നു. അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം ക്രിസ്റ്റി വിളിച്ചത് കോഴിക്കോട്ടുള്ള സഹോദരിയെയാണ്. സഹോദരി പറഞ്ഞതനുസരിച്ച് വീട്ടിലെത്തിയ ബന്ധുക്കളാണ് ഗീതമ്മ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കണ്ടത്. അമ്മയുടെ സഹോദരനെയും ക്രിസ്റ്റി വിളിച്ച് കൊലപാതകത്തെക്കുറിച്ച് പറഞ്ഞതായാണ് വിവരം. മണത്തണയ്ക്ക് സമീപം അയോത്തുംചാലിൽ നിർമ്മിക്കുന്ന റിസോർട്ടിന്റെ പ്രവർത്തനങ്ങൾക്കായി പിതാവ് തങ്കച്ചൻ ഈ സമയം പുറത്തായിരുന്നു. തങ്കച്ചൻ തിരിച്ചു വരുന്നതിനായി ക്രിസ്റ്റി കാത്തിരുന്നെന്നാണ് സൂചന. ക്രിസ്റ്റി ഗീതമ്മയെ കൊലപ്പെടുത്തുന്ന സമയത്ത് തങ്കച്ചന്റെ വൃദ്ധമാതാവ് ഏലിക്കുട്ടിയും വീട്ടിലുണ്ടായിരുന്നു. 90 വയസ്സുള്ള ഏലിക്കുട്ടിയെ അവരുടെ മുറിയിൽ പൂട്ടിയിട്ട ശേഷമാണ് ഇയാൾ ഗീതമ്മയുമായി വഴക്കുണ്ടാക്കിയത്. കൊലപാതക വിവരമറിഞ്ഞ തങ്കച്ചന് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് പേരാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് ബന്ധുവീട്ടിലേക്ക് മാറ്റി. കൊലയ്ക്ക് ശേഷം വീട്ടിൽ തങ്ങിയ ക്രിസ്റ്റി പിതാവിനെയും വകവരുത്തുമെന്ന് നിരന്തരം പറഞ്ഞിരുന്നതായി പരിസരവാസികൾ പറയുന്നു. പിന്നീട് സമീപവാസിയായ യുവാവിനെ വിളിച്ചു വരുത്തി അയാളുടെ സ്കൂട്ടറിൽ കേളകം പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. പ്രതിയെ കേളകം പോലീസ് സ്റ്റേഷനിൽ പേരാവൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു. തുടർന്ന് പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധന നടത്തിയ ശേഷം കൂത്തുപറമ്പ് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൂടുതൽ തെളിവെടുപ്പിനായി പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമെന്ന് പോലീസ് അറിയിച്ചു. പേരാവൂർ ഡിവൈഎസ്പി ചന്ദ്രമോഹൻ, കേളകം SHO ഇതിഹാസ് താഹ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങാൻ പോകുമ്പോൾ കൊലയ്ക്കുപയോഗിച്ച കത്തിയും പ്രതി കയ്യിൽ കരുതിയിരുന്നു. സ്വന്തം അമ്മയെ കൊലപ്പെടുത്തിയതിൽ അല്പം പോലും കുറ്റബോധം ക്രിസ്റ്റിയിൽ പ്രകടമായിരുന്നില്ലെന്ന് പോലീസ് പറയുന്നു. BJP ജില്ലാ കമ്മിറ്റി അംഗവും മഹിളാ മോർച്ച നേതാവുമായിരുന്നു ഗീതമ്മ. 2 ബ്യൂട്ടി പാർലറുകൾ നടത്തിയിരുന്നു. ബംഗളൂരുവിൽ BCA വിദ്യാർത്ഥിയായിരുന്ന ക്രിസ്റ്റി പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച് നാട്ടിലെത്തിയ ശേഷം കുറച്ചുകാലം വിദേശത്തും പോയിരുന്നു. അവിടെ നിന്നും മടങ്ങിയെത്തിയ ശേഷം വീണ്ടും പലയിടങ്ങളിൽ ചുറ്റി നടന്നതായാണ് നാട്ടുകാർ പറയുന്നത്. വീട്ടിൽ വരുമ്പോഴൊക്കെ പണം ആവശ്യപ്പെട്ട് ബഹളമുണ്ടാക്കുക പതിവായിരുന്നു. കഴിഞ്ഞ 1 മാസത്തോളമായി ഇയാൾ നാട്ടിലുണ്ടായിരുന്നു. ലഹരി ഉപയോഗത്തിനെതിരെ നിരന്തരം ഉപദേശിച്ചിരുന്നതാണ് ക്രിസ്റ്റിക്ക് മാതാപിതാക്കളോട് പകയുണ്ടാകാൻ കാരണമെന്ന് പോലീസ് സംശയിക്കുന്നു. ന്യൂസ് 18 കണ്ണൂർ. ഈ നാട്ടിൽ നിയമം നടപ്പാക്കാൻ പോലീസും കോടതിയുമുണ്ട്. എന്നാൽ സാമ്പത്തിക പ്രശ്നങ്ങളും മറ്റ് തർക്കങ്ങളും നേരിട്ട് പരിഹരിക്കാൻ ഇറങ്ങുന്ന ചില ആളുകളെ കാണാം. പാലക്കാട് മണ്ണാർക്കാട് സാമ്പത്തിക ഇടപാടുകളെ തുടർന്ന് നഗരമധ്യത്തിൽ കാർ തട്ടിയെടുത്ത കേസ് കൊട്ടേഷൻ ഇടപാടെന്നാണ് വിവരം. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ചിറക്കൽപ്പടി സ്വദേശി അബ്ദുൽ നാസറിൻ്റെ കാർ തടഞ്ഞു നിർത്തി യാത്രക്കാരെ പിടിച്ചിറക്കി വാഹനം തട്ടിയെടുത്തത്. കേസിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആകെ 8 പേർക്കെതിരെയാണ് കേസ്. വാങ്ങിയ പണം തിരികെ നൽകാത്തതിനാണ് കാർ തട്ടിയെടുത്തതെന്നാണ് പ്രതികളുടെ മൊഴി. മറ്റു പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. എന്ന കുട്ടൻ, അവറാൻ നാട്ടുകൽ, ഷെഫീഖ്, അഫ്സൽ അലനല്ലൂർ, നൌഫൽ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരെ കൂടാതെ കണ്ടാലറിയാവുന്ന 3 പേരും കേസിൽ പ്രതികളാണ്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി 12:30 മണ്ണാർക്കാട് കോങ്ങാട് ടിപ്പു സുൽത്താൻ റോഡിൽ നഗരത്തോട് ചേർന്നുള്ള പാറപ്പുറത്താണ് സംഭവം. ചിറക്കൽപ്പടി സ്വദേശി കഞ്ഞിച്ചാലിൽ അബ്ദുൽ നാസറിന്റെ മക്കളായ 18-കാരൻ മുഹമ്മദ് ജസീൽ, 6 വയസ്സുള്ള മുഹമ്മദ് ജിഷാൻ, കാർ ഓടിച്ചിരുന്ന സുനിജിത്ത്, മറ്റ് 2 പേർ എന്നിവരെ ബലമായി പിടിച്ചിറക്കിയ ശേഷം കാർ തട്ടിയെടുത്തുവെന്നാണ് കേസ്. മണ്ണാർക്കാട് നെല്ലിപ്പുഴയിലെ തിയേറ്ററിൽ നിന്ന് സിനിമ കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു കാറിലുണ്ടായിരുന്നവർ. 2 കാറുകളിലായി പിന്തുടർന്നെത്തിയ പ്രതികൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ച് കാർ തട്ടിയെടുക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു.
കാർ പണയം വെച്ച് പണം കൈപ്പറ്റിയെന്നും അത് തിരികെ കൊടുക്കാത്തതിനെ തുടർന്നാണ് കാർ തട്ടിയെടുത്തതെന്നുമാണ് പ്രതികൾ പോലീസിന് നൽകിയ മൊഴി. ന്യൂസ് 18 പാലക്കാട്. എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ എന്തെങ്കിലും കുറുക്കുവഴിയുണ്ടോ? ജോലിയൊന്നും ചെയ്യാതെ അധികം കഷ്ടപ്പെടാതെ ഉയർന്ന ലാഭമുണ്ടാക്കാനുള്ള ബിസിനസ്സുകളോ? ഇങ്ങനെ ഒരു പരസ്യം കണ്ടാൽ ആദ്യം ചാടി വീഴുന്നത് മലയാളികളായിരിക്കും അല്ലേ? എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇത്തരം കുറുക്കുവഴികൾ ഒരു കുരുക്കായിരിക്കും കേട്ടോ. ആലപ്പുഴ പട്ടണക്കാട് സ്വദേശിയായ യുവാവ് ഓൺലൈൻ ഷെയർ മാർക്കറ്റിൽ പണം നിക്ഷേപിച്ച് വലിയ ലാഭമുണ്ടാക്കാൻ ശ്രമിച്ചതാണ്. എന്നാൽ അതൊരു വലിയ തട്ടിപ്പാണെന്ന് പിന്നെയാണ് റഫീഖിന് മനസ്സിലായത്. 20 ദിവസത്തിനിടെ 97 ലക്ഷം രൂപയാണ് അയാൾക്ക് നഷ്ടപ്പെട്ടത്. ഇതോടെ പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും പ്രതിയെ പിടികൂടാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. എന്നാൽ ആലപ്പുഴയിലെ പ്രത്യേക സ്ക്വാഡ് കേരളത്തിൽ നിന്നും ഒരു യാത്ര തിരിച്ചതാണ്. പിന്നെ കർണാടക, മഹാരാഷ്ട്ര, ബംഗാൾ എന്നിവിടങ്ങളിൽ സഞ്ചരിച്ച് എല്ലാ പ്രതികളെയും കൊണ്ടാണ് തിരിച്ചു വരുന്നത്. ആലപ്പുഴയിൽ തട്ടിപ്പിനിറങ്ങുന്നവർ ഇനി ഈ സ്ക്വാഡിനെ പേടിക്കണം. പട്ടണക്കാട് സ്വദേശി റഫീഖിന്റെ ഫോണിൽ കഴിഞ്ഞ ഡിസംബറിൽ ഒരു മെസ്സേജ് കണ്ടു. ഓൺലൈൻ ഷെയർ ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ചാൽ ഇരട്ടി ലാഭമായിരുന്നു വാഗ്ദാനം. ആ മെസ്സേജിൽ ക്ലിക്ക് ചെയ്തതോടെ പിന്നെ ഫോണിലേക്ക് വിളി. ഇന്റർനാഷണൽ ട്രേഡിംഗ് അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ചാൽ പണം നിമിഷ നേരം കൊണ്ട് ഇരട്ടിയാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഡോക്ടറാണെന്ന് പരിചയപ്പെടുത്തിയ ആൾ ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. ഇതോടെ അവരുടെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച റഫീഖ് ചെറിയ തുക നിക്ഷേപിക്കാമെന്ന് സമ്മതിച്ചു. പിന്നെ അക്കൗണ്ട് വിവരങ്ങളും പാസ്ബുക്കിന്റെ കോപ്പിയും അവർ വാങ്ങി. ഡിസംബർ 20-ന് ചെറിയ തുക നിക്ഷേപിച്ചപ്പോൾ ഒരു ദിവസം കൊണ്ട് ഇരട്ടിത്തുക മടക്കി നൽകി. അങ്ങനെ അവർ റഫീഖിന്റെ വിശ്വാസം നേടിയെടുത്തു. പിന്നീട് തട്ടിപ്പ് സംഘം പലതവണയായി ലക്ഷങ്ങൾ വാങ്ങി. ബംഗളൂരുവിലുള്ള ബന്ധൻ ബാങ്ക് അക്കൗണ്ടിൽ 30 ലക്ഷം രൂപയും എറണാകുളത്തെ അക്കൗണ്ടിൽ 30 ലക്ഷം രൂപയും ഫരീദാബാദിലെ അക്കൗണ്ടിൽ 20 ലക്ഷവും ഡ്രീം ലാൻഡ് ഹോം എന്ന അക്കൗണ്ടിൽ 17 ലക്ഷവും അയച്ചു കൊടുത്തു. ഡിസംബർ 20-നും കഴിഞ്ഞ ജനുവരി 10-നും ഇടയിൽ ആകെ 97 ലക്ഷം രൂപ നിക്ഷേപിച്ചു. എന്നാൽ ഷെയർ മാർക്കറ്റിലെ വിവരങ്ങളോ എത്ര രൂപ ലാഭം കിട്ടിയെന്നോ തിരക്കിയപ്പോൾ ഒരു വിവരവുമില്ല. അതോടെ സംശയം തോന്നി ഷെയർ മാർക്കറ്റ് സംഘത്തെ ബന്ധപ്പെട്ടപ്പോൾ ഫോണും എടുക്കുന്നില്ല. ഇതോടെ സംശയം തോന്നിയ റഫീഖ് പോലീസിൽ പരാതി നൽകി. എറണാകുളം സ്വദേശി മുഹമ്മദ് റസലിലേക്കാണ് ആദ്യം അന്വേഷണം എത്തിയത്. എന്നാൽ ഇയാൾ കൊച്ചിയിൽ ഇല്ലെന്ന് വ്യക്തമായതോടെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച അന്വേഷണം. അതിനിടെ മഹാരാഷ്ട്രയിലുള്ള തട്ടിപ്പ് സംഘങ്ങളുമായി ബന്ധപ്പെടുത്തിയ കൊട്ടാരക്കര സ്വദേശി നിധിനെ അറസ്റ്റ് ചെയ്തു. പിന്നീട് കണ്ണൂർ സ്വദേശി ഫാസിൽ ഷബാബിനെയും തമിഴ്നാട് മധുരയിലുള്ള മുഹമ്മദ് സുബൈറിനെയും പിടികൂടി. തുടർന്ന് മുഹമ്മദ് റസലിനെ പൊക്കിയതോടെ മഹാരാഷ്ട്ര സംഘത്തെക്കുറിച്ച് വിവരം ലഭിച്ചു. പ്രതികൾ തട്ടിപ്പ് നടത്താനായി ഒത്തുകൂടിയ ബംഗളൂരുവിലുള്ള ബ്ലൂം സ്റ്റെയിൻ ഹോട്ടലിലെത്തി CCTV ദൃശ്യങ്ങൾ നോക്കി അവിടെ വന്നവരുടെ വിവരങ്ങൾ ശേഖരിച്ചു. CCTVയിൽ ഒരു വെള്ള സ്വിഫ്റ്റ് കാർ കണ്ടെത്തി. അങ്ങനെയാണ് അന്വേഷണ സംഘത്തിൽപ്പെട്ട പട്ടണക്കാട് ഇൻസ്പെക്ടർ KS ജയൻ, ചേർത്തല സ്റ്റേഷനിലെ ASI രതീഷ്, ഗോപകുമാർ എന്നിവരടങ്ങിയ സംഘം നാഗ്പൂരിലെത്തി പ്രതികളെ പിടികൂടിയത്. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ആലപ്പുഴ സ്ക്വാഡ് 4000 കിലോമീറ്റർ അധികമാണ് യാത്ര ചെയ്തത്. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും ഇവർ കൂടുതൽ പേരെ കെണിയിൽ വീഴ്ത്തിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 ആലപ്പുഴ. കൊല്ലം കടക്കലിൽ സിനിമയെ വെല്ലുന്ന തരത്തിലുള്ള ഒരു ചേസിംഗ് രംഗം. നിരവധി വാഹനങ്ങളിൽ ഇടിച്ച ശേഷം നിർത്താതെ പാഞ്ഞ കാർ ഒടുവിൽ നാട്ടുകാർ പിന്തുടർന്ന് പിടികൂടി. അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച തിരുവനന്തപുരം വെള്ളല്ലൂർ സ്വദേശി ജയകൃഷ്ണനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാൾ മദ്യലഹരിയിലായിരുന്നുവെന്നാണ് കണ്ടെത്തൽ. അപകടത്തിൽപ്പെട്ട കാറും പോലീസ് പിടിച്ചെടുത്തു. കൊല്ലം കടക്കലിലാണ് ഭീതിജനകമായ സംഭവം ഉണ്ടായത്. നിരവധി വാഹനങ്ങളിൽ ഇടിച്ച ശേഷം നിർത്താതെ പോയ കാർ നാട്ടുകാർ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. തിരുവനന്തപുരം വെള്ളലൂർ സ്വദേശിയായ ജയകൃഷ്ണൻ
മദ്യലഹരിയിൽ വാഹനമോടിച്ചതാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് പോലീസ് പറയുന്നു. മടത്തറ മുതൽ കടക്കൽ വരെ അമിതവേഗതയിൽ സഞ്ചരിച്ച കാർ വഴിയിലുണ്ടായ നിരവധി വാഹനങ്ങളെ ഇടിച്ച് കടന്നു പോവുകയായിരുന്നു. അപകടം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ പിന്നാലെ എത്തിയാണ് വാഹനം തടഞ്ഞത്. തുടർന്ന് സ്ഥലത്തെത്തിയ കടക്കൽ പോലീസ് ജയകൃഷ്ണനെ കസ്റ്റഡിയിലെടുത്തു. അപകടത്തിൽപ്പെട്ട കാറും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 കൊല്ലം. രാവിലെ പ്രഭാത സവാരിക്ക് പോകുന്നവരാണോ നിങ്ങൾ? ആരോഗ്യ സംരക്ഷണത്തിന് നടത്തവും വ്യായാമവും നല്ലതാണ്. എന്നാൽ തിരക്കേറിയ റോഡുകളിൽ നടക്കാനിറങ്ങുമ്പോൾ അതീവ ശ്രദ്ധ വേണം. കാരണം ഇക്കാലത്ത് കാൽനട യാത്രക്കാരുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന രീതിയിൽ പല വാഹനങ്ങളും വഴിയിലൂടെ ചീറിപ്പാഞ്ഞാണ് പോകുന്നത്. തിരുവനന്തപുരം ആര്യനാട് കാൽനട യാത്രക്കാരെ ഇടിച്ചു തെറിപ്പിച്ച ബൈക്ക് നിർത്താതെ കടന്നുപോയി. കാൽനട യാത്രികരായ സുധ, ഗീത എന്നിവർക്കാണ് പരിക്കേറ്റത്. ബൈക്ക് യാത്രികന് വേണ്ടിയുള്ള അന്വേഷണം ആര്യനാട് പോലീസ് ഊർജിതമാക്കി. ആര്യനാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വെള്ളനാട് കൂട്ടായണിമൂട്ടിൽ സരസ്വതി വിദ്യാലയത്തിലേക്ക് പോകുന്ന വഴിക്ക് സമീപമായിരുന്നു സംഭവം. കാൽനട യാത്രികരായ സുധ, ഗീത എന്നിവർക്കാണ് ബൈക്കിടിച്ച് പരിക്കേറ്റത്. ഇവർ ബന്ധുക്കളാണ്. രാവിലെ 5 മണിയോടെയാണ് അപകടം നടന്നത്. പ്രഭാത സവാരിക്ക് ഇറങ്ങിയവരാണ് ഇരുവരും. ഇവരെ വെള്ളനാട് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇതിൽ ഗീതയുടെ പരിക്ക് ഗുരുതരമാണ്. രാവിലെ 5 മണിക്ക് ഞാൻ ഈ റോഡിൽ നിന്നും 5 മണിക്ക് പോകാൻ വരുന്ന സമയം രാവിലെ വന്നപ്പോൾ 2 പേര് ഇവിടെ, ഒരാൾ ഇവിടെ എടുത്ത് കിടത്തിയിരിക്കും, ഒരാൾ അവിടെയും കമന്ന് കിടക്കും. അങ്ങനെ കണ്ട് ഞാൻ നമ്മളുടെ ഒരു മഹേഷ് എന്ന് പറയുന്ന ഒരു പയ്യനും കൂടെ എടുത്ത് അവർ ആശുപത്രി കൊണ്ടുപോയപ്പോൾ ഒരാളുടെ നില ബ്ലഡൊക്കെ പൊട്ടി ഒരു സൈഡ് കംപ്ലീറ്റ് ഒലിച്ചിരിക്കുന്നു. ഇത് സ്ഥിരം അപകടം നടക്കുന്ന വളവാണ്. ഇത് വളവ് ശ്രദ്ധിക്കാറില്ല ചില ആൾക്കാർ, അങ്ങനെ ഇത് സംഭവിക്കുന്നതാണ്. ഒരിക്കലും അവിടെ ആ പോസ്റ്റിൽ ഇടിച്ച് ഒരു മരണം നടന്നു. പിന്നെ രാവിലെ നടക്കാൻ പോകുന്ന ആൾക്കാരും റോഡ് ശ്രദ്ധിക്കാതെ വയസ്സായ ആൾക്കാർ മെയിൻ റോഡിൽ കൂടെ കയറി പോകും. വരുന്ന വണ്ടികൾ ഏത് തരത്തിലാണ് വരുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടോ? ഉറങ്ങി വരാറുണ്ട്, അല്ലാതെ വരാറുണ്ട്, ഹൈ സ്പീഡിൽ വരാറുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് റോഡിൽ. ഇരുവരെയും ഇടിച്ചു തെറിപ്പിച്ച ബൈക്ക് നിർത്താതെ പോവുകയായിരുന്നു. ആര്യനാട് CIയുടെ നേതൃത്വത്തിൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. റോഡിൽ കൊടും വളവുകളുള്ള ഇവിടെ സ്ഥിരമായി അപകടം നടക്കുന്ന മേഖലയാണ്. 3 അപകട മരണങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ചൂട് കനത്തതോടെ വീട്ടിൽ പോലും ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയല്ലേ? അതിനാൽ തന്നെ എല്ലാവരും ഇപ്പോൾ AC വാങ്ങാനുള്ള ഓട്ടത്തിലായിരിക്കും. പകൽ ജോലിക്ക് പോകുന്ന പുരുഷന്മാരെക്കാൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണ് AC വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ പേര് ചില കുടുംബങ്ങളിലെങ്കിലും വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. തമിഴ്നാട് തിരുവള്ളൂരിൽ ഭർത്താവ് AC വാങ്ങി നൽകാത്തതിന് യുവതി ആത്മഹത്യ ചെയ്തൊരു സംഭവത്തെക്കുറിച്ച് കേട്ടു. തിരുവള്ളൂർ പുല്ലാരമ്പലം സ്വദേശിനി മോണിക്കയാണ് മരിച്ചത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് മാതാപിതാക്കൾ ആരോപിച്ചതിനെ തുടർന്ന് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. 25-കാരിയാണ് മരിച്ച മോണിക്ക. കടുത്ത ചൂടിനെ തുടർന്ന് AC വാങ്ങി നൽകണമെന്ന് മോണിക്ക ഭർത്താവ് ആകാശിനോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആവശ്യം ആകാശ് നിരസിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ദമ്പതിമാർ വഴക്കിട്ടിരുന്നുവെന്നും ഇതാണ് മരണകാരണമെന്നും പോലീസ് പറയുന്നു. സ്കൂൾ കാലം മുതലുള്ള പ്രണയത്തിന് ശേഷം 2 വർഷം മുമ്പാണ് ആകാശും മോണിക്കയും വിവാഹിതരായത്. കഴിഞ്ഞ ദിവസം രാത്രി കടുത്ത ചൂടിനെ തുടർന്ന് ആകാശും മാതാപിതാക്കളും അനിയനും വീടിന്റെ ടെറസിലാണ് കിടന്നുറങ്ങിയത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കിടപ്പുമുറിയിൽ ചലനമറ്റ നിലയിൽ മോണിക്കയെ കാണുകയായിരുന്നുവെന്നാണ് ആകാശ് പോലീസിന് നൽകിയ മൊഴി. തുണിക്കടയിലെ ജീവനക്കാരനാണ് ആകാശ്. പ്രണയവിവാഹമായതിനാൽ മോണിക്കയുടെ കുടുംബം ഇവരുമായി സഹകരിച്ചിരുന്നില്ല. മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് മാതാപിതാക്കൾ ആരോപിച്ചതിനെ തുടർന്ന് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. ന്യൂസ് 18 ചെന്നൈ.
കാസർഗോഡ് ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ശൈശവ വിവാഹ കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായി ആരോപണം. വിവാഹം നടന്ന ദിവസത്തെ പള്ളിയിലെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ കാണാതായത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. ദൃശ്യങ്ങൾ വീണ്ടെടുക്കുന്നതിനായി ഹാർഡ് ഡിസ്കുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതിനിടെ വരൻ ദക്ഷിണ കൊറിയയിലേക്ക് കടന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. സംഭവത്തിൽ വരൻ ഉൾപ്പെടെ 4 പേർക്കെതിരെയാണ് ചന്ദേര പോലീസ് കേസെടുത്തിരിക്കുന്നത്. ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പടന്ന അഴീക്കൽ ജുമാ മസ്ജിദിൽ നടന്ന ശൈശവ വിവാഹ കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായാണ് ആരോപണം. ഏപ്രിൽ 13-ന് വലിയ പറമ്പിലെ 16-കാരിയുമായി എടച്ചാക്കൈ ബദർ നഗറിലെ 28-കാരന്റെ വിവാഹം നടന്നതായാണ് പരാതി. സംഭവത്തിൽ വരൻ ഉൾപ്പെടെ 4 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ശൈശവ വിവാഹ നിരോധന ഓഫീസർ ഹോസ്ദുർഗ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിലും ചൈൽഡ് ലൈനിലും നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ചന്ദേര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി. അതേസമയം വിവാഹം നടന്ന ദിവസത്തെ ജുമാ മസ്ജിദിലെ രേഖകളും CCTV ദൃശ്യങ്ങളും കാണാതായതിൽ ദുരൂഹതയുണ്ടെന്നാണ് ആരോപണം. ഹാർഡ് ഡിസ്കുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ കടുത്ത എതിർപ്പുമായി മഹൽ കമ്മിറ്റിയിലെ ഒരു വിഭാഗവും രംഗത്തെത്തിയിട്ടുണ്ട്. ഇവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം യോഗം ചേർന്ന് ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിൽ പോക്സോ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് വിശദമായ അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് സംസ്ഥാന പോലീസ് മേധാവിക്ക് അയച്ച പരാതിയിൽ പറയുന്നു. വിവാഹിതയായ കുട്ടിയിൽ നിന്ന് ബാലവിവാഹം നടത്തിയ വ്യക്തികളെ സംരക്ഷിക്കുന്ന മൊഴിയെടുത്ത് തെളിവുകൾ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നതായി ചൂണ്ടിക്കാട്ടി അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകിയിരുന്നു. വെറുതെ ഒരു കേസ് മാത്രം രജിസ്റ്റർ ചെയ്ത് അതിൽ 4 പ്രതികളെ മാത്രം പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി എന്നതുകൊണ്ട് ഈ കേസ് കൃത്യതയോടുകൂടി അന്വേഷണമാകുന്നില്ല. ഇതിൽ പോക്സോ ആക്ട് അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ പോലീസിന് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. കുട്ടിക്ക് സെക്സ്വൽ അസാൾട്ട് സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കുട്ടിയെ കൃത്യത സത്യസന്ധമായി വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഈ കേസിനെ വളരെ ഗൗരവകരമായി ദുർബലപ്പെടുത്തുവാൻ ഉന്നത ഇടങ്ങളിൽ നിന്ന് പോലീസിന്മേൽ വളരെ വലിയ ശക്തമായ ഇടപെടലുകൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. വരൻ ബദർ നഗറിലെ സാബിർ ഷെയ്ഖ്, അഴീക്കൽ ഇർഷുദുൽ ഇസ്ലാം ജമാഅത്തെ സെക്രട്ടറിയും പടന്ന ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡംഗവുമായ PK താജുദ്ദീൻ, ജുമാ മസ്ജിദ് ഖത്തീബ് റഹ്മത്തുള്ള മദനി എന്നിവർക്കെതിരെയാണ് ശൈശവ വിവാഹ നിരോധന നിയമപ്രകാരം കേസെടുത്തിരിക്കുന്നത്. ദക്ഷിണ കൊറിയയിൽ ജോലി ചെയ്യുന്ന വരൻ സാബിർ ഷെയ്ഖ് ഇതിനിടെ രാജ്യം വിട്ടതായാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ശൈശവ വിവാഹത്തിന് ജമാഅത്ത് സെക്രട്ടറി ഒത്താശ നൽകിയെന്ന് ചൈൽഡ് ലൈനിൽ ലഭിച്ച പരാതിയെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത്. ശൈശവ വിവാഹ നിരോധന ഓഫീസറുടെ നേതൃത്വത്തിൽ പള്ളിയിലെ ഖത്തീബ്, പെൺകുട്ടി, രക്ഷിതാക്കൾ, ജമാഅത്ത് ഭാരവാഹികൾ, നാട്ടുകാർ, ചടങ്ങിൽ പങ്കെടുത്തവർ എന്നിവരിൽ നിന്ന് ശേഖരിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിൽ ലഭിച്ച തെളിവുകൾ വെച്ചാണ് പോലീസ് കേസെടുത്തത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ വിവാഹം നടത്താൻ പെൺകുട്ടിയുടെ മഹൽ അധികൃതർ വിസമ്മതിച്ചതിനാലാണ് വിവാഹം എടച്ചാക്കയിലേക്ക് മാറ്റിയത്. ഇതിന് ജമാഅത്ത് സെക്രട്ടറിയാണ് ഒത്താശ ചെയ്തതെന്ന് സെക്രട്ടറിയെ എതിർക്കുന്നവർ പറയുന്നു. അതേസമയം വിവാഹം നടന്നിട്ടില്ലെന്നും ഖത്തീബിന്റെ സാന്നിധ്യത്തിൽ വിവാഹ നിശ്ചയം മാത്രമാണ് നടന്നതെന്നുമാണ് പള്ളി കമ്മിറ്റിയെ അനുകൂലിക്കുന്നവർ പറയുന്നത്. വിവാഹം വിവാദമായതോടെ ഒരു വിഭാഗം ആളുകൾ പള്ളി കമ്മിറ്റി ഭാരവാഹികൾ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. BDS വിദ്യാർത്ഥി നിതിൻ രാജ് ജീവനൊടുക്കിയ കേസിൽ 1-ാം പ്രതി ഡോക്ടർ റാമിനായി തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. കഴിഞ്ഞ ദിവസമാണ് റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയത്. 16 ദിവസമായി ഇയാൾ ഒളിവിലാണ്. വിശദമായ അന്വേഷണത്തിനും ചോദ്യം ചെയ്യലുമായി ഡോക്ടർ റാമിന്റെ കസ്റ്റഡി ആവശ്യമാണെന്ന് വിലയിരുത്തിയാണ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. അതേസമയം സംഗീത നമ്പ്യാർക്ക് ജാമ്യം അനുവദിച്ച നടപടിയിൽ അപ്പീൽ നൽകാനാണ് നിതിന്റെ കുടുംബത്തിന്റെ തീരുമാനം. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ 1-ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം 1-ാം പ്രതിയായ ഡോക്ടർ MK റാമിനെ കണ്ടെത്താനായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഡോക്ടർ റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസമാണ് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി തള്ളിയത്. കേസിൽ പ്രതിയായതോടെ കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ട റാം ആന്ധ്രയിലേക്ക് കടന്നതായാണ് വിവരം. കഴിഞ്ഞ 16 ദിവസമായി ഇയാൾ ഒളിവിലാണ്. ഡോക്ടർ റാമിന്റെ നിരന്തരമായ മാനസിക പീഡനവും ജാതിപരമായ അധിക്ഷേപവുമാണ് ആത്മഹത്യക്ക് കാരണമെന്ന്
മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവേ പ്രോസിക്യൂഷൻ കോടതിയിൽ ആരോപിച്ചിരുന്നു. എന്നാൽ ജാതിപരമായ അധിക്ഷേപിച്ചതിന് തെളിവില്ലെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. അതേസമയം റാം വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറുന്ന സ്വഭാവക്കാരനാണെന്ന് സാക്ഷി മൊഴികളുണ്ടെന്നും വിശദമായ അന്വേഷണത്തിനും ചോദ്യം ചെയ്യലിനുമായി 1-ാം പ്രതിയുടെ കസ്റ്റഡി ആവശ്യമാണെന്ന് കോടതി വിലയിരുത്തി. തുടർന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. കേസിലെ 2-ാം പ്രതി ഡോക്ടർ സംഗീത നമ്പ്യാർ നിതിൻ രാജിനെയോ മറ്റു വിദ്യാർത്ഥികളെയോ ജാതിപരമായോ അല്ലാതെയോ അധിക്ഷേപിച്ചതായി സാക്ഷി മൊഴികളില്ല. വിദ്യാർത്ഥിയോട് പരീക്ഷ എഴുതാൻ ആവശ്യപ്പെട്ടത് ജാതി അധിക്ഷേപമായി കണക്കാക്കാൻ കഴിയില്ലെന്നും കോടതി വിലയിരുത്തി. സംഗീത നമ്പ്യാർക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുകളില്ലാത്തതിനാൽ മുൻകൂർ ജാമ്യം അനുവദിക്കുന്നുവെന്നാണ് വിധിപ്പകർപ്പിൽ വ്യക്തമാക്കുന്നത്. അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ 50,000 രൂപയുടെ ബോണ്ടും തുല്യ തുകയ്ക്കുള്ള 2 ആൾ ജാമ്യവും ഹാജരാക്കണമെന്നും ഉത്തരവിലുണ്ട്. അടുത്ത 3 മാസത്തേക്ക് എല്ലാ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാനും കോടതി ഉത്തരവിൽ പറയുന്നു. ഏപ്രിൽ 10-നാണ് നിതിൻ രാജ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി ജീവനൊടുക്കിയത്. കേസിൽ ഇതുവരെ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട 3 ജീവനക്കാർ മാത്രമാണ് അറസ്റ്റിലായത്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡി ആവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. അതേസമയം സംഗീത നമ്പ്യാർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ച സംഭവത്തിൽ അപ്പീൽ നൽകാനാണ് നിതിൻ രാജിന്റെ കുടുംബത്തിന്റെ തീരുമാനം. പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിതിനെ കൂട്ടവിചാരണ നടത്തിയെന്നും ഇവർക്കെതിരെയും കേസെടുക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. ന്യൂസ് 18 കണ്ണൂർ. എനിക്ക് വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ പറ്റിക്കാമെന്നോ തട്ടിപ്പിന് ഇരയാക്കാമെന്നോ ആരും കരുതണ്ട കേട്ടോ. പൊതുവെ നമ്മളെല്ലാം ഇങ്ങനെ വിചാരിക്കും. എന്നാൽ ജഡ്ജിയും വക്കീലും ഡോക്ടറും മെത്രാനുമൊക്കെ ഓൺലൈൻ തട്ടിപ്പിന് ഇരയായ നാടാണിത്. ഏറ്റവും ഒടുവിൽ സൈബർ കെണിയിൽ കുടുങ്ങിയത് ഒരു പോലീസുകാരനും ബാങ്ക് ജീവനക്കാരനുമാണ്. ആലപ്പുഴ ജില്ലയിലാണ് 2 കേസുകളിലായി 32 ലക്ഷം രൂപ നഷ്ടമായത്. മകൾക്ക് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്തെന്നാണ് പരാതി. ഓൺലൈൻ ടാസ്കുകൾ പൂർത്തിയാക്കി പണം സമ്പാദിക്കാമെന്ന് വിശ്വസിപ്പിച്ചാണ് ബാങ്ക് ജീവനക്കാരിൽ നിന്നും 25 ലക്ഷം രൂപ കൊള്ളയടിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥനായ പുന്നപ്ര സ്വദേശിയുടെ പരാതിയിൽ കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിനി സ്മിതയ്ക്കെതിരെ ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുത്തു. സൈബർ തട്ടിപ്പിനും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതുപോലെ പലരും നാളെ നിങ്ങളെയും സമീപിക്കാം. പല മോഹന വാഗ്ദാനങ്ങളും നൽകിയേക്കാം. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാവും. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.